ഹായ് ഫ്രണ്ട്സ്, തായ്വാനിലെ കൊടൈക്കനാൽ എന്നറിയപ്പെടുന്ന സൺമൂൺ ലേക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ബോട്ടുകളുണ്ട്. ഈ ലേക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. സെൻട്രൽ ഭാഗത്തായിട്ടാണ്, തായ്വാൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ലേക്കാണെങ്കിൽ ഇതിലെ വെള്ളം നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു കടലിലെയൊക്കെ പോലെ നീല കളറിലൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സൺമൂൺ ലേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തായ്വാനിലെ ഏറ്റവും വലിയ ലേക്കാണിത്. നിരവധി വ്യത്യസ്ത തരം ബോട്ടുകൾ ഇവിടെ ഉണ്ട്. ചിലത് തായ്വാൻ്റെ ട്രഡീഷണൽ ആർക്കിടെക്ചറിലുള്ള ബോട്ടുകളുണ്ട്, ഒപ്പം തന്നെ അല്ലാത്ത ബോട്ടുകളുമുണ്ട്. ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ഇന്ന് ബോട്ടിംഗ് ഇല്ല, നാളെ രാവിലെ 9 മണിക്കാണ് ബോട്ടിംഗ് എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ വരേണ്ടി വരും ഈ ബോട്ടിൽ കയറാനായിട്ട്. എന്തായാലും നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് നോക്കിയിട്ട് പോവാം. ഇന്നെന്തായാലും നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴത്തേനും ടൈമിങ്ങും പിന്നെ ഇന്ന് ചൈനീസ് ന്യൂ ഇയറിൻ്റെ തലേദിവസം ആയതുകൊണ്ട് അവധിയാണ്, ബോട്ടുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഈ ലേക്കിൻ്റെ കാഴ്ച തന്നെ നമ്മുടെ മനം കുളിർപ്പിക്കുന്നതാണ്. തുടക്കത്തിൽ നമ്മളിതിനെ കൊടൈക്കനാലിലൂടെ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലേക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സൺമൂൺ ലേക്കിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസും സ്പോട്ടും എല്ലാം ഈ ഒരു ലേക്കിനെ ചുറ്റിപ്പറ്റിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമാണ് ഈ ഒരു ലേക്കിൻ്റെ തീരം. അപ്പോൾ നമ്മുടെ ബോട്ടിംഗ് ഇന്ന് നടക്കില്ല. അപ്പോൾ നാളെ രാവിലെ നമുക്ക് ബോട്ടിങ് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ സൺമൂൺ ലേക്കിന് ചുറ്റുമായിട്ടുള്ള ഒരു സർക്കുലർ വോക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. വലിയ തിരക്കൊന്നുമില്ല, ചൈനീസ് ന്യൂ ഇയറിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇന്ന്. ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് ആ ഒരു വ്യൂ പോയിൻറ്റിൽ നിന്നൊന്ന് ലേക്കൊന്ന് കണ്ടിട്ട് മുന്നോട്ടേക്ക് പോകാം. വിശാലമായ സൺമൂൺ ലേക്ക് കൊച്ചിയിലെ കായലിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാലിന്യമോ പ്ലാസ്റ്റിക് ബോട്ടിലോ ഒന്നും തന്നെ ഈ ലേക്കിലില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻറ്റിലെത്തിയിരിക്കുകയാണ്. യൂലി പവലിയനാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. ഈ പവലിയനിലിരുന്ന് ലേക്കിൻ്റെ കാഴ്ചകൾ കാണുവാനായിട്ട് വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സൈക്കിൾ ട്രാക്കാണ്. ഈ ലേക്കിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ 4 വശവും എന്ന് തന്നെ പറയാം. 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതിനിടയിലാണ് ഇത്രയും വലിയൊരു ലേക്ക് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത്? അമേസിംഗ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ്, ഫോട്ടോ ഫ്രെയിമാണ് ഇവിടെ ഈ സൺമൂൺ ലേക്കിലെ യൂലി പവലിയന് തൊട്ട് മുന്നിലായിട്ടുള്ള ഈ ഒരു സ്പോട്ട്. ഈവനിങ് ടൈമിൽ ഇവിടെ വന്നാൽ ഇവിടുന്ന് ഒരു ഫോട്ടോ പോലും എടുക്കാതെ ആരും പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ള, ജീവിതത്തിൽ ഇന്ന് വരെ നമുക്ക് കിട്ടാത്ത തരം ഫ്രെയിമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ഈവനിങ് ഒരു ഫോട്ടോ ക്ലിപ്പിന് വേണ്ടി മാത്രം സൺമൂൺ ലേക്കിലേക്ക് വന്നാൽ പോലും അത് വർത്താണ് എന്ന് തന്നെ പറയാം. ഈ ഒരു ലേക്കിൻ്റെ ബ്യൂട്ടി, ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടിയാണ് ഈ ഒരു ലേക്കിന്. അമേസിങ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ, ഇപ്പോഴത്തെ തണുപ്പ് കൊണ്ടും പിന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി കൊണ്ടും നമ്മൾ ഈ നടപ്പ് ഒരിക്കലും മടുക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് നടക്കാൻ സാധിക്കും. സൺമൂൺ ലേക്കിൻ്റെ തീരത്തായിട്ടുള്ള ഒരു ആംഫി തിയേറ്ററാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിവിശാലമായൊരു ഓപ്പൺ സ്പേസിൽ മനോഹരമായൊരു സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസ് കാണാനായിട്ട് അതിവിശാലമായ ഗ്യാലറിയുമുണ്ട്. ഗ്യാലറി നോക്കിയേ, വളരെ വലിയൊരു ഗ്യാലറിയാണ്. അതിമനോഹരമായ മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ വിൻ്റർ സീസൺ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ വാടിയതുപോലെ നിൽക്കുന്നത്. അമേസിങ് ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇവിടുത്തെ വെള്ളത്തിന് നമ്മൾ മുമ്പേ കണ്ട പോലത്തെ നീല നിറമില്ല, എന്നാലും ഇതൊരു കാപ്പിപ്പൊടി കളറിലാണ് ഈ വെള്ളം കാണുന്നത് ഈ ഭാഗത്തായിട്ട്. സൂര്യൻ ഏതാണ്ട് സൺസെറ്റിനോട് അടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള പർവ്വതങ്ങൾ ഇരുട്ടിലേക്ക് മറയുന്ന ഇതിനായി ഒരുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൺമൂൺ ലേക്കിൻ്റെ ശാന്തതയാണ് ഇപ്പോഴും നമ്മളെ ആകർഷിക്കുന്നത്. ലോങ്ഫെങ് ടെമ്പിളിലേക്കാണ് പോകുന്നത്. ലോങ്ഫെങ് ടെമ്പിളിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് 150 മീറ്ററോളം നടക്കാനുള്ള യാത്രയേ ഉള്ളൂ. ലോങ്ഫെങ് ടെമ്പിളിലേക്ക് മനോഹരമായ വഴികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു നടപ്പാതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈക്ലിങ്ങിനുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒപ്പം നടക്കാൻ യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മളങ്ങനെ റോട്ടിലെത്തിയിരിക്കുകയാണ്. ലോങ് ഫെങ് ടെമ്പിൾ. ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം ലോങ് ഫെങ് ടെമ്പിളിലേക്ക് പോകാനായിട്ട്. ലോങ് ഫെങ് ടെമ്പിൾ കുറച്ച് ഉയരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നാൽ ലേക്ക് കുറച്ചുകൂടെ ഹൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ലോങ് ഫെങ് ടെമ്പിളിൻ്റെ പ്രവേശന കവാടം. പ്രവേശന കവാടത്തിൻ്റെ മുകളിലായിട്ട് ഡ്രാഗൺ, 2 സൈഡിലും ഡ്രാഗണും മറ്റ് ശില്പകലകളും കൊത്തുപണികളും ഒക്കെ ഉണ്ട്. ലോങ് ഫെങ് ടെമ്പിളിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. അതിമനോഹരമാണ് ഈ ലോങ് ഫെങ് ടെമ്പിൾ. മൊത്തം ഡ്രാഗണാണ്. അതിമനോഹരമായൊരു ഡ്രാഗൻ്റെ ശില്പം ഈ ലോങ് ഫെങ് ടെമ്പിളിൻ്റെ മുന്നിലായിട്ട്. അപ്പോൾ ലോങ് ഫെങ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൺമൂൺ ലേക്ക് മനോഹരമായിട്ട് കാണാൻ സാധിക്കും. ലോങ് ഫെങ് ടെമ്പിളിൻ്റെ ഈ ഒരു കവാടം തന്നെ അതിമനോഹരമാണ്. ഇവിടെ നിൽക്കുമ്പോഴും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സൺമൂൺ ലേക്ക് കാണാൻ സാധിക്കും. ഇത് സിംഗിൾസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, കല്യാണം നല്ലത് നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു ടെമ്പിളാണിത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ആ കാണുന്ന ബോർഡിൽ നമുക്ക് വേണ്ട ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഗോഡ് പ്രസാദിക്കുകയും നമുക്ക് നല്ല കല്യാണാലോചനകൾ നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. എന്തായാലും നിരവധി ആളുകളാണ് അവരുടെ വിഷസ്, അവരുടെ കല്യാണം നടക്കാനുള്ള ആ ഒരു ആഗ്രഹം അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇവർക്കൊക്കെ നല്ല വിവാഹം നടക്കട്ടെ എന്ന് ആശംസിക്കാം നമുക്ക്. അങ്ങനെ ഇതോടുകൂടി സൺമൂൺ ലേക്ക് സർക്കുലർ വാക്ക് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.